അടുത്തതായി മലയാള പ്രസംഗം മുഹമ്മദ് ഷബീർ അബൂബക്കർ ബാക്കവി, നാട്യമംഗലം. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. സമാദരണീയരായ ഗുരുവര്യന്മാർ, സ്നേഹ സഹപാഠി സുഹൃത്തുക്കൾ, രക്ഷിതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഈ സാഹിത്യ സർഗവേദി സ്വീകരിക്കുമാറാവട്ടെ. ഈ അവസരത്തിൽ അല്പസമയം നിങ്ങളുടെ ശ്രദ്ധ ഞാൻ എന്നിലേക്ക് ക്ഷണിക്കുകയാണ്. കാലത്തിന്റെ മുന്നോട്ടുള്ള സഞ്ചാരത്തിൽ പ്രചാരണം നിലച്ചതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ ധാരാളം മതങ്ങൾ, ധാരാളം പ്രത്യയശാസ്ത്രങ്ങൾ, മതമുള്ളവരുടെയും മതമില്ലാത്തവരുടെയും ദൈവീകമായ ആശയങ്ങൾ പലതും ഭൂമി ലോകത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനെ അവതരിപ്പിക്കാൻ കഴിയും നമുക്ക്. ആ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നാമവും അതിന് മതം നൽകിയ വിശദീകരണവും തികച്ചും സാഹോദര്യത്തിന്റെയും സഹിഷ്ണുതയുടെയും മനുഷ്യൻ ഭൂമിലോകത്ത് ജീവിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ വേണ്ട നന്മയാർന്ന ഗുണങ്ങളുടെയും സിംബലുകളാണ്. ആ പരിശുദ്ധമായ മതത്തിന് ഒന്നുകിൽ സ്വജീവിതത്തിലെ സ്വാർത്ഥ താൽപര്യങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ധാർമ്മിക മീമാംസയായ പരിശുദ്ധമായ ഖുർആനിന് മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന ഭയം കാരണമോ, അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുടെ പേരിലോ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങളെ ജനമധ്യത്തിൽ വിമർശിക്കപ്പെടുകയാണ്, ആക്ഷേപിക്കപ്പെടുകയാണ്. പരിശുദ്ധമായ ഇസ്ലാം ഒരിക്കൽ ബ്രിട്ടനിന്റെ പ്രസിഡന്റായിരുന്ന ഗ്ലസ്റ്റിൽ ബ്രിട്ടനിന്റെ പാർലമെന്റ് സമിറ്റിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു പ്രതി കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുകയുണ്ടായി, ഈ ഗ്രന്ഥം മുസ്ലിമിന്റെ കയ്യിലുണ്ടാകുന്നിടത്തോളം കാലം ഭൂമി ലോകത്ത് സമാധാനം പുലരുകയില്ല, മനുഷ്യർ പരസ്പരം സാഹോദര്യത്തിൽ വർത്തിക്കുകയില്ല എന്ന് ആക്ഷേപിച്ച ഗ്ലസ്റ്റിലിന്റെ ആക്ഷേപം കേൾക്കേണ്ട പരിശുദ്ധമായ ഖുർആൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ലോകർക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്. ഇത് നബിയെ മുന്നോട്ടുള്ള ജീവിതത്തിൽ, ദീനീ പ്രബോധനത്തിന്റെ മേഖലകളിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ പലപ്പോഴും ആക്ഷേപങ്ങളും അക്രമങ്ങളും ഏൽക്കേണ്ടി വരാം. ഒരിക്കലും അതേ നാണയത്തിൽ തിരിച്ചടിക്കരുതോ. ഇത് നല്ലതേതുണ്ടോ, നന്മയാർന്ന പ്രവർത്തനമേതുണ്ടോ അതുകൊണ്ട് മാത്രമേ തിരിച്ചു പ്രവർത്തിക്കാവൂ എന്ന് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയമായി കൊണ്ട് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് ഗ്ലസ്റ്റിനെ പോലെയുള്ളവർക്ക് ഇതുപോലെ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങളെ മറച്ചു വെച്ചുകൊണ്ടല്ലാതെ ഗ്ലസ്റ്റിനെ പോലെയുള്ള ആളുകൾക്ക് ഇസ്ലാമിനെ അക്രമത്തിന്റെയും ക്രൂരതയുടെയും മതമായി ചിത്രീകരിക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ ഈ ഗ്ലസ്റ്റിലിന്റെ വിമർശനം, ഇസ്ലാമിനെതിരെയുള്ള വിമർശനം തകർന്നടിഞ്ഞതുപോലെ തികച്ചും ജിഹാദ്, യുദ്ധമെന്നർത്ഥം വരുന്ന അറബി പദം ഉപയോഗിച്ച് ഇസ്ലാമിനെ ക്രൂശിച്ചത് മുഴുവൻ, ജിഹാദിന്റെ പേരിൽ വന്ന ആരോപണങ്ങൾ മുഴുവൻ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടികരാൻ താരതമ്യ പഠനം നടത്തുമ്പോൾ പരിശുദ്ധമായ ഇസ്ലാമിൽ അചഞ്ചലമായി വിശ്വസിച്ചവരെ സംരക്ഷിക്കുക എന്നതുപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ ഭാഗമാണോ സത്യമതമായ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നത്. ആ പ്രബോധനത്തിന് പരിശുദ്ധമായ ഇസ്ലാം തെരഞ്ഞെടുത്തത് രണ്ട് വഴികളാണ്, ആശയപ്രചരണവും ആശയസംവാദവും. എന്നാൽ ആശയപ്രചരണത്തിൽ നിന്നും ആശയസംവാദത്തിൽ നിന്നും കാര്യം മനസ്സിലായതിനു ശേഷമോ അല്ലെങ്കിൽ കാര്യം മനസ്സിലാക്കാൻ മനസ്സ് കാണിക്കാതെ പരിശുദ്ധമായ ഇസ്ലാമിനോടുള്ള വ്യക്തിവിദ്വേഷം, പരിശുദ്ധമായ ഇസ്ലാമിനോടുള്ള വിദ്വേഷം വെച്ച് പുലർത്തിക്കൊണ്ട് ആ മേഖലകളിൽ, പ്രബോധന മേഖലകളിൽ എതിർപ്പുമായി രംഗത്ത് വന്നവർക്ക് നിഷേധമെന്ന പേരിൽ അവിടെ യുദ്ധമുടലെടുത്തിട്ടുണ്ടെങ്കിൽ അത് കാലഘട്ടത്തിന്റെ അനിവാര്യത കൂടിയാണ് എന്ന് നാം പറയുമ്പോൾ, അങ്ങനെ നാം സമൂഹ മധ്യത്തിൽ വിളിച്ചു പറയുമ്പോൾ പലപ്പോഴും ചോദ്യമുയർന്നേക്കാം, എന്തിനായിരുന്നു ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് കീഴിലുണ്ടായിരുന്ന സർവസജ്ജമായ ആയുധപുരകൾ എന്തിനായിരുന്നു
എങ്ങനെയായിരുന്നു എന്ന് ചോദ്യമുയർന്നേക്കാം. അതിനുകൂടി മറുപടി പറയുമ്പോഴാണ് ഇസ്ലാമിന്റെ സഹിഷ്ണുതയും സാഹോദര്യവും മനുഷ്യത്വ മൂല്യമുള്ള ആശയങ്ങളുടെ പ്രസക്തിയും ഒന്നുകൂടെ വ്യക്തമാകുന്നത്. പരിശുദ്ധമായ ഖുർആൻ ആയുധങ്ങൾ സംഹരിക്കാൻ പറഞ്ഞത് എന്തിനാണ്? ഒരു യുദ്ധത്തിന് വേണ്ടിയല്ല. ആയുധപുര കണ്ട്, ആ ആയുധ സമാഹാരം കണ്ട് ശത്രുക്കൾ തിരിഞ്ഞോടണം. അങ്ങനെ ഒരു യുദ്ധം ഒഴിവാകണം. അതിനുവേണ്ടിയാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. ആ വാചകം നിങ്ങളെ ഞാൻ ഓതി കേൾപ്പിക്കുകയാണ്. അഅ്ദു ലഹും മസ്തതാഅതും മിൻ ഖുവ്വത്തിൻ വമിൻ റിതാബിൽ ഖൈലി യുർഹിബൂന ബിഹി അദുവല്ലാഹി അദുവക്കും. നിങ്ങളുടെ ശത്രുക്കളും അല്ലാഹുവിന്റെ ശത്രുക്കളുമായ ആളുകൾ തിരിഞ്ഞോടാൻ വേണ്ടി, ഒരു യുദ്ധം ഒഴിവാകാൻ വേണ്ടി നിങ്ങൾ സർവസജ്ജമായ ആയുധപ്പുരകൾ ഉണ്ടാക്കുക എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ, ഇങ്ങനെ എല്ലാ പരിശുദ്ധമായ ഇസ്ലാമിന് നേരെ വന്ന എല്ലാ വിമർശനങ്ങളും ആരോപണങ്ങളും താരതമ്യ പഠനത്തിന് വിധേയമാക്കുമ്പോൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വജീവിതം കൊണ്ട് ഇസ്ലാമിന്റെ സഹിഷ്ണുത തെളിയിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ദർസിൽ വെച്ച് നടത്തിയ മീലാദ് പ്രോഗ്രാമിൽ ഫസ്റ്റ് മലയാളം പ്രസംഗം, സെക്കൻഡ് മുഖ്തസറുൽ മആനി, സെക്കൻഡ് പരീക്ഷ.